ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സോസിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ പിസ്സയിലേക്ക് ഉണ്ടാക്കുന്ന സോസൊക്കെ പോലെ തന്നെയാണ്. അതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സോസാണ്. വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി നമുക്കിതിനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ, വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ സോസിന് ആ ഒരു വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ ഉള്ളി നമുക്ക് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മാത്രം മതി. ആ ഒരു മൂപ്പിച്ച ആ ഒരു ടേസ്റ്റൊന്നും നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ സോസിന്. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന അളവൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 സാൻഡ്വിച്ച് സ്പ്രെഡ് ചെയ്യാനുള്ള അത്രയും സോസ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഈ തക്കാളിയും ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മാത്രം മതി നമുക്കിത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ ഒരു പകുതി ചേർത്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ സോസിന് നല്ല റെഡ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുവപ്പ് കളറുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പച്ചയാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സോസിന് ആ ഒരു കുറച്ചൊരു പച്ച കളറും കൂടെ ഉണ്ടാവും കേട്ടോ. ടേസ്റ്റിന് ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ചുവപ്പാണെങ്കിലും പച്ചയാണെങ്കിലും, പക്ഷേ കളറിന് നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ചീസ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചീസ് ചേർക്കണമെങ്കിൽ നിങ്ങൾ ഉപ്പ് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് കുക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ ചട്ടി കിടന്ന് തന്നെ കുറച്ചും കൂടെ ഒന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1-2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട് ഞാൻ. ഒറിഗാനോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒറിഗാനോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പനിക്കൂർക്കൻ്റെ ഇലയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. അതും നമുക്ക് ഈ ഒരു ഒറിഗാനോയുടെ ടേസ്റ്റാണ് കിട്ടുന്നത്. പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയും കേട്ടോ. ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്കിതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെയും ആ ഒരു മല്ലിയിലേൻ്റെയൊക്കെ ഒരു പച്ച കളറും കൂടെ ഇതിനുണ്ട് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ചുവന്ന ക്യാപ്സിക്കം ചേർക്കണമെങ്കിൽ കുറച്ചും കൂടെ റെഡ് കളർ കിട്ടും. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ, സാൻഡ്വിച്ചിൻ്റെ കൂടെ ഒക്കെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസാണ്. നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതിൽ കുറച്ചുകൂടെ നമ്മൾ മൊസറോള ചീസും കൂടെ ചേർത്തിട്ടാണ് ചെയ്യാറുള്ളത്. ഇനി ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാനിപ്പോൾ ചെറിയ സാൻഡ്വിച്ച് ബണ്ണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ, എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനൊരു മുട്ടയുടെ ചെറിയൊരു കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്. ഈ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് മുട്ട പുഴുങ്ങിയത് വെച്ചെടുക്കാം, അല്ലെങ്കിൽ ചിക്കനോ ഫിഷോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് മയണൈസും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് സാലഡ് കുക്കുംബർ, അതുപോലെ തക്കാളി, കാബേജോ അതുപോലെ ലെറ്റ്യൂസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ച് കാണിക്കുക, അത്രയേ ഉള്ളൂ ആ ഒരു സോസ് വെച്ചിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റൊട്ടിയിൽ വേണമെങ്കിൽ ചെയ്യാം, ബർഗർ ബണ്ണിൽ വേണമെങ്കിൽ ചെയ്യാം, ഒക്കെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഈ ഒരു സിമ്പിളായിട്ടുള്ള സാൻഡ്വിച്ചാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഒരു ഓംലെറ്റിന് ചെറിയൊരു പീസ് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. മുട്ട കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെച്ചെടുക്കാം. ചിക്കനിലും ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തിൻ്റെ കൂടെ നല്ല മാച്ചായിട്ട് പോകുന്ന നല്ലൊരു സോസാണത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഈ സോസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും. ഇനി ഒറിഗാനോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പനിക്കൂർക്കൻ്റെ ഇലയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. കൂടുതലായി പോകരുത്, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പം ഇന്നത്തെ സാൻഡ്വിച്ച് സോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.